മെറ്റീരിയൽ മെഡിക്കൽ ലാസ്റ്റ് മൊമെൻറ്റ് റിവിഷൻ ക്ലാസ്സസ് ആണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഒന്ന് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാഫ്നെ ഇൻഡിക്ക എന്ന് പറയുന്ന മെഡിസിനിലാണ്. അപ്പം ഡ്രഗ് ബൈ ഡ്രഗ് ഒന്നുമല്ല നോക്കി പോകുന്നത്, പക്ഷെ നമ്മൾ ഒരു ഡ്രഗ് വെച്ചിട്ട് അതിൽ കമ്പയർ ചെയ്ത് വരുന്ന ബാക്കി കാര്യങ്ങൾ അങ്ങനെയാണ് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഡാഫ്നെ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു മെഡിസിൻ എടുക്കുകയാണ്. അപ്പോൾ ഡാഫ്നെ ഇൻഡിക്കയുടെ ഫാമിലി എന്ന് പറയുന്നത് തൈമലേസിയ ഫാമിലിയാണ്. ഈ തൈമലേസിയ ഫാമിലിയിൽ നിന്ന് നമുക്ക് 2 മെമ്പേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഡാഫ്നെ ഇൻഡിക്ക, അതർ വൺ ഈസ് മെസേറിയം. അപ്പോൾ രണ്ടുപേരും തൈമലേസിയ ഫാമിലിയിൽ നിന്നുള്ളവരാണ്. ഈ ഡാഫ്നെ ഇൻഡിക്കയുടെ 2 സിംറ്റംസ് നമ്മൾ പിക്ക് ചെയ്യുവാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെഡ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ദ ബോഡി. ഹെഡ് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയതുപോലുള്ള ആ ഒരു സെൻസേഷൻ കാണുന്നത് ഡാഫ്നെ ഇൻഡിക്കയിലാണ്. അതുകൂടാതെ ഡാഫ്നെ ഇൻഡിക്ക ക്രേവിങ് ഫോർ ടുബാക്കോ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് നോക്കിക്കോളാം. ബോറിക്കിലും ഉള്ള മെഡിസിനാണ് ഡാഫ്നെ ഇൻഡിക്ക. അപ്പോൾ നമ്മൾ ഈ സിംറ്റത്തിനെ എടുക്കുന്നു. ഹെഡ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ദ ബോഡി. അപ്പോൾ സെയിം നമുക്ക് സോൾ ആൻഡ് ബോഡി വെയർ സെപ്പറേറ്റഡ് എന്ന് പറയുന്നൊരു സിംറ്റം ഉണ്ട്. എവിടെയാണത്? സോൾ ആൻഡ് ബോഡി വെയർ സെപ്പറേറ്റഡ് തൂജയിലാണ് കാണുന്നത്. സോൾ ബോഡി സെപ്പറേറ്റഡ് തൂജയിൽ, ഹെഡ് ബോഡി സെപ്പറേറ്റഡ് ഡാഫ്നെ ഇൻഡിക്കയിൽ. സോ ഹെഡ് ആൻഡ് ബോഡി സെപ്പറേറ്റഡ് നമുക്ക് കിട്ടുന്ന ഡാഫ്നെ ഇൻഡിക്ക, സോൾ ആൻഡ് ബോഡി സെപ്പറേറ്റഡ് തൂജയുടെ സെൻസേഷനാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സിംറ്റം ഡാഫ്നെ ഇൻഡിക്കയുടെ നെക്സ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ടങ് കോട്ടഡ് ഓൺ സൈഡ്സ് ഉള്ളി. സൈഡിൽ മാത്രം ടങ്ങിന് കോട്ടിങ് ഉള്ളൂ. അത് ഡാഫ്നെ ഇൻഡിക്കയുടെ സിംറ്റമാണ്. സെയിം സിംറ്റം റസ്റ്റോക്സിലും കിട്ടും. അപ്പോൾ റസ്റ്റോക്സിൻ്റെ ആ ഒരു ടങ്ങിൻ്റെ ക്യാരക്ടർ നമുക്കറിയാം. ട്രയാങ്കുലർ ടിപ്പൊക്കെ ഉള്ള ടങ്. അപ്പോൾ നമുക്ക് ടങ്ങിലേക്ക് വരാം. ടങ് സൈഡ്സിൽ മാത്രം കോട്ടഡ് ആയിട്ടുള്ളത് ഡാഫ്നെ ഇൻഡിക്കയും റസ്റ്റോക്സും ആണ്. അപ്പോൾ റസ്റ്റോക്സിനെ നമ്മൾ എടുക്കുമ്പോൾ റസ്റ്റോക്സിൻ്റെ ടങ് എങ്ങനെയാണ്? ഡ്രൈ ആണല്ലേ. ഡ്രൈ ആണ്, ക്രാക്ഡ് ആണ്, ട്രയാങ്കുലർ റെഡ് ടിപ്പും ഉണ്ട്. അതൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ടങ്ങാണ് റസ്റ്റോക്സിൻ്റെ. ഈ ട്രയാങ്കുലർ റെഡ് ടിപ്പ്, അതുപോലെ തന്നെ ഇംപ്രിൻ്റ് ഓഫ് ടീത്ത്. അപ്പോൾ നമ്മൾ ഇത്രയും സിംറ്റംസ് എടുക്കുന്നു. ഈ ഡ്രൈ ടങ് റസ്റ്റോക്സിനെ കൂടാതെ ഡ്രൈ ടങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറെ 1-2 പേരുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം നക്സ് മൊസ്കേറ്റയുടെ ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ, ടങ്ങിൻ്റെ ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ അത് അഡ്ഹേഴ്സ് ടു റൂഫ് ഓഫ് മൗത്ത്. അത്രയും ഡ്രൈ ആയിട്ട് ഉള്ള ടങ്ങാണ് നക്സ് മൊസ്കേറ്റയുടെ. സലൈവ സീംഡ് ലൈക്ക് കോട്ടൺ കണക്ക് അത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്ന സലൈവ. അതുപോലെ തന്നെ നോ തേഴ്സ്ലെസ്നെസ് വിത്ത് ഡ്രൈ ടങ്. ഇപ്പം നക്സ് മൊസ്കേറ്റ പോലെ തന്നെ വരുന്ന ആളാണ് പൾസാറ്റിലേക്കും സെയിം തേഴ്സ്ലെസ്നെസ്. പൾസാറ്റിലയുടെ ഒരു 3 മാർക്ക് സിംറ്റം അല്ലേ തേഴ്സ്ലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേഴ്സ്ലെസ്നെസ്സും അതുപോലെ ഈ ഡ്രൈ ടങ്ങും നക്സ് മൊസ്കേറ്റയിലാണ് നമുക്ക് ഈ സിംറ്റം കിട്ടുക കേട്ടോ. അപ്പോൾ ഡ്രൈ ടങ്, അത് അഡ്ഹേഴ്സ് ടു ദ റൂഫ് ഓഫ് മൗത്ത്, സലൈവ ലൈക്ക് കോട്ടൺ. അപ്പോൾ ഇത്രയും സിംറ്റംസ് ഉള്ളത് ആരാണ്? നക്സ് മൊസ്കേറ്റ ആൻഡ് പൾസാറ്റിൽ. നമ്മൾ ഡ്രൈയിൽ നിന്നാണ് വന്നത്. റസ്റ്റോക്സിൻ്റെ ഡ്രൈനെസ്, ആ ഡ്രൈനെസ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ സലൈവ കോട്ടൺ കണക്ക്, അത് കണക്ക് ടങ് അഡ്ഹേഴ്സ് ടു ദ റൂഫ് ഓഫ് മൗത്ത്. ഈ സിംറ്റംസ് കൂടെ വരുന്നുണ്ടെങ്കിൽ ആരാണ്? നക്സ് മൊസ്കേറ്റയും പൾസാറ്റിലെയാണ് വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള വേറെ മെഡിസിൻസ് ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത ടങ്ങിൻ്റെ ഒരു ക്യാരക്ടർ, ഗ്ലേസ്ഡ് സ്മൂത്ത് ആയിട്ടുള്ള ടങ് ആർക്കൊക്കെയാണുള്ളത്? നല്ല സ്മൂത്ത് ഗ്ലേസ്ഡ് ആയിട്ടുള്ള ടങ്ങുള്ള 3 മെഡിസിൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ക്രോട്ടാലസ്, പൈറോജിൻ, തെരബിൻഡ്. അപ്പോൾ ഇവരെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും നോക്കാം. ഇപ്പോൾ ഗ്ലേസ്ഡ് സ്മൂത്ത് ടങ് വിത്ത് ഫെയറി റെഡ് കളറാണെങ്കിൽ നമ്മളത് ക്രോട്ടാലസിൻ്റെ ടങ്ങായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ക്രോട്ടാലസിൽ ഗ്ലേസ്ഡ് സ്മൂത്താണ്, ഫെയറി റെഡ് കളറും കൂടി ഉണ്ട്. ഇത് തന്നെ ഫെയറി റെഡും ഗ്ലേസ്ഡ് സ്മൂത്ത് ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ലാർജ് ഡ്രൈ ക്രാക്റ്റും കൂടിയാണെങ്കിൽ പൈറോജൻ. ഇപ്പം ഫെയറി റെഡ് ടങ് വിത്ത് ഗ്ലേസ്ഡ് സ്മൂത്ത് അപ്പിയറൻസ് മാത്രമേ ഉള്ളെങ്കിൽ ഓപ്ഷനിൽ നമുക്ക് ക്രോട്ടാലസും പൈറോജനും ഉണ്ടെങ്കിൽ രണ്ടും ആൻസറാണ് കേട്ടോ. അപ്പോൾ ക്രോട്ടാലസിൽ ഫെയറി റെഡ്, ഗ്ലേസ്ഡ് സ്മൂത്ത്. പൈറോജൻ വരുമ്പോൾ സെയിം ഫെയറി റെഡ് ഉണ്ട്, ഗ്ലേസ്ഡ് സ്മൂത്ത് ഉണ്ട്, അതിൻ്റെ കൂടെ ലാർജ് ആണ്, ഡ്രൈ ക്രാക്റ്റ് ആയിട്ടുള്ള ടങ്ങാണ്. തെരബിന്ദിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? അതിലൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടൊരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ് പീൽസ് ഓഫ് ഇൻ പാച്ചസ് ലീവിങ് ബ്രൈറ്റ്. നമുക്ക് ഈ ഗ്ലേസ്ഡ് സ്മൂത്ത് ആയിട്ടുള്ളതിൽ 3 മെഡിസിൻസ് ആണ് വന്നത്: ക്രോട്ടാലസ്, പൈറോജിൻ ആൻഡ് തെരബിന്ദ്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളതിൽ നമ്മൾ പറഞ്ഞു ആരൊക്കെയായിരുന്നു? നക്സ് മൊസ്കേറ്റ, പൾസാറ്റില ആൻഡ് റസ്റ്റോക്സ്. നെക്സ്റ്റ് മോയിസ്റ്റ് ടങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാവുന്ന ആരെയാണ്?
മെർക്സോൾ അല്ലേ, മെർക്സോളിലാണ് നമ്മൾ മോയിസ്റ്റ് ടങ് പക്ഷേ വിത്ത് തേഴ്സ്റ്റ് എന്ന് പഠിച്ചിട്ടുള്ളത്. മെർക്സോളിൽ മോയിസ്റ്റ് ടങ് കൂടാതെ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേസ്റ്റ് ഉണ്ട് ടങ്ങിൽ. എന്താണ്? മെറ്റാലിക് കോപ്പറി ടേസ്റ്റ്. മെറ്റാലിക് കോപ്പറി ടേസ്റ്റ് ഇൻ ടങ്. അപ്പോൾ അത് കിട്ടുന്ന ഈ മെറ്റാലിക് കോപ്പറി ടേസ്റ്റ് കിട്ടുന്ന വേറെ 2 മെഡിസിൻസും കൂടെയാണ്. ഒന്ന് കുപ്രമെറ്റ്. കുപ്രമെറ്റ് നമുക്ക് ഓർക്കാവുന്നേ ഉള്ളൂ, മെറ്റാലിക് കോപ്പറി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് കുപ്രമെറ്റിനെ ബേസായിട്ട് ആലോചിക്കുക. കുപ്രമെറ്റിലുണ്ട്, മെർക്സോളിലുണ്ട്, റസ്റ്റോക്സിലുണ്ട്. അപ്പോൾ റസ്റ്റോക്സിൻ്റെ ടങ്ങിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ആയി. എന്തൊക്കെയായിരുന്നു? ട്രയാങ്കുലർ റെഡ് ടിപ്പ്, ഡ്രൈ, ക്രാക്ഡ് ആണ്. അതുപോലെ തന്നെ സൈഡിൽ മാത്രമാണ് കോട്ടിംഗ് ഉള്ളത്. ഇപ്പോൾ വേണ്ട കോപ്പറി ടേസ്റ്റ്, മെറ്റാലിക് കോപ്പറി ടേസ്റ്റും റസ്റ്റോക്സിലുണ്ട്. സോ ഇനി കുപ്രമെറ്റിനെ നമ്മൾ നോക്കുമ്പോൾ കുപ്രമെറ്റിൽ ടങ്ങിൻ്റെ വേറൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രൊട്രൂഡിങ് ആൻഡ് റിട്രാക്റ്റിംഗ് ലൈക്ക് സ്നേക്ക്. ഈ സ്നേക്കിൻ്റെ കണക്ക് നാക്കകത്തേക്കും പുറത്തേക്കും ഇടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ ലാക്കസിസ് ആണ്. ലാക്കസിൻ്റെ കൂടെ ഉള്ളത് കുപ്രമെറ്റാണ്. അപ്പോൾ കുപ്രമെറ്റിൻ്റെ ടങ്ങിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ കോപ്പറി മെറ്റാലിക് ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ലാക്കസിസിൻ്റെ കണക്ക് അത് നാക്ക് പുറത്തേക്കും അകത്തേക്കും പ്രൊട്രൂഡിങ് ആൻഡ് റിട്രാക്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ മോയിസ്റ്റ് ടങ്ങിൽ ഇത്രയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ബർക്സോളായിരുന്നു. ബർക്സോളിൻ്റെ കൂടെ തന്നെ ഈ മെറ്റാലിക് ടേസ്റ്റ് വരുന്ന 2 പേരാണ് കുപ്രമെറ്റും റസ്റ്റോക്സും. കുപ്രമെറ്റിന് ലാക്കസിസിൻ്റെ കണക്ക് നാക്ക് പ്രൊട്രൂഡിങ് ആൻഡ് റിട്രാക്റ്റിംഗ് ലൈക്ക് സ്നേക്ക്, അങ്ങനെ ഒരു സിംറ്റം കൂടി കുപ്രമെറ്റിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോട്ടിങ്സ് നോക്കാം. കോട്ടിങ്സിനകത്ത് തിക്ക് വൈറ്റ് കോട്ടിങ് അറിയാം. ആൻറ്റിം ടാർട്ടും ആൻറ്റിം ക്രൂഡും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാർ. അതിൻ്റെ ഡിഫറൻഷ്യേറ്റിംഗ് പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് തിക്ക് വൈറ്റ് ആൻറ്റിം ടാർട്ടും ആൻറ്റിം ക്രൂഡും ആണ്. ഫസ്റ്റ് വൈറ്റ് വിത്ത് റെഡ് പാപ്പിലെ യെല്ലോ ബ്രൗൺ ഇൻ സെൻറ്റർ. അതായത് വൈറ്റ് ആയിരിക്കും പക്ഷേ സെൻറ്ററിൽ യെല്ലോ ബ്രൗൺ കളറും അതുപോലെ തന്നെ റെഡ് പാപ്പിലെ ഉണ്ടായിരിക്കും. ലേറ്റർ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഡ്രൈ ക്രാക്ഡ് ആവും. അത് ഏതിൻ്റെയാണ്? ബാപ്റ്റീഷ്യയുടെ ടങ്ങാണ്. അങ്ങനെ ഫസ്റ്റ് വൈറ്റും സെൻറ്ററിൽ യെല്ലോയും ആയിട്ട് റെഡ് പാപ്പിലായിട്ട് നിൽക്കുന്ന ടങ്ങ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ക്രാക്ഡ് ആവും. അത് ബാപ്റ്റീഷ്യയുടെ ടങ്ങാണ്. ഇനി വൈറ്റ് ഓർ യെല്ലോ വിത്ത് റെഡ് സ്ട്രീക്സ് ഡൗൺ ദ മിഡിൽ, അങ്ങനെ വരികയാണെങ്കിൽ വൈറ്റ് ആകാം അല്ലെ യെല്ലോ ആകാം. വിത്ത് റെഡ് സ്ട്രീക്സും കൂടെ ഉണ്ടെങ്കിൽ അത് ആരുടെയാണ്? വെരാട്രം വിറിഡയുടെയാണ്. ഇനി നമുക്ക് യെല്ലോ നോക്കാം. തിക്ക് യെല്ലോ വിത്ത് ഇംപ്രിൻ്റ് ഓഫ് ടീത്ത്. തിക്ക് യെല്ലോ വിത്ത് ഇംപ്രിൻ്റ് ഓഫ് ടീത്തിൽ ചെലിഡോണിയാണ് ഉള്ളത്. അപ്പോൾ ഈ ഇംപ്രിൻ്റ് ഓഫ് ടീത്ത് കാണിക്കുന്ന ആരൊക്കെയുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു റസ്റ്റോക്സ് ഉണ്ടെന്ന് പറഞ്ഞു. റസ്റ്റോക്സ് ഉണ്ട്, ചെലിഡോണിയ ഉണ്ട്, പോഡോഫില്ലോ ഉണ്ട് ആൻഡ് മർക്സോൾ ഉണ്ട്. അപ്പോൾ ഇവരെത്രയാണ് ഈ ഇംപ്രിൻ്റ് ഓഫ് ടീത്തിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ്. അതിൻ്റെ കൂടെ തിക്ക് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ ആരാണ്? ചെലിഡോണിയാണ്. തിക്ക് യെല്ലോ വിത്ത് ഇംപ്രിൻ്റ് ഓഫ് ടീത്ത് ആണെങ്കിൽ ചെലിഡോണിയാണ് വരുന്നത്. ഇനി തിക്ക് യെല്ലോ കോട്ടിംഗ് ഉണ്ട് പക്ഷേ അത് ബേസിലാണ്. അറ്റ് ദ ബേസിലേക്ക് വരുമ്പോൾ ആര്? കാലിബൈക്കും മെർക്ക് പ്രോട്ടോ അയഡൈറ്റസും ആണ് വരിക. ബേസിൽ തിക്ക് യെല്ലോ കോട്ടിംഗ്. ഇനി ഗോൾഡൻ യെല്ലോ കോട്ടിംഗ് ആണെങ്കിൽ നാട്രം ഫോസ് ആണ്. അപ്പോൾ തിക്ക് യെല്ലോ കോട്ടിങ് തന്നെ അതിൻ്റെ കൂടെ ഇംപ്രിൻ്റ് ഓഫ് ടീത്ത് ഉണ്ടെങ്കിൽ ചെലിഡോണിയാണ്. തിക്ക് യെല്ലോ കോട്ടിങ് ബേസിലാണ് വരുന്നതെങ്കിൽ കാലിബൈക്കും മെർക്ക് പ്രോട്ടോ അയഡൈറ്റസും ആണ്. ഈ തിക്ക് യെല്ലോ അല്ലാതെ ഗോൾഡൻ യെല്ലോ വരികയാണ് ബേസിൽ ഗോൾഡൻ യെല്ലോ ആണെങ്കിൽ നാട്രം ഫ്യൂസ്. അപ്പോൾ ബേസിൽ നമുക്ക് 2 കോട്ടിങ് കിട്ടി. ബേസിൽ തിക്ക് യെല്ലോ ആണെങ്കിൽ കാലിബൈക്കും മെർക്ക് പ്രോട്ടോ അയഡൈറ്റസും, ഗോൾഡൻ യെല്ലോ ആണെന്നുണ്ടെങ്കിൽ നാട്രം ഫോസും. ഇനി ഒരു ഡേർട്ടി ഗ്രീനിഷ് ഗ്രേ കോട്ടിങ്, അതൊരു റെയർ ആയിട്ടുള്ളതാണ്. ഗ്രീനിഷ് ഗ്രേ എന്ന് പറയുന്നൊരു കളറ്. ഡേർട്ടി ഗ്രീനിഷ് ഗ്രേ കോട്ടിങ് കിട്ടുന്നത് നാട്രം സൾഫിലാണ്. നാട്രം സൾഫിൻ്റെ ആ ഒരു ഡിസ്ചാർജും ഒക്കെ ആ ഒരു കളറല്ലേ പറയുന്നത്, ഒരു ഗ്രീനിഷ് സ്പ്യൂട്ടോ ഒക്കെ ആ ഒരു കളറല്ലേ. അപ്പോൾ അത് നാട്രം സൾഫിന് അങ്ങനെ ഓർത്തിരിക്കുക. ഡേർട്ടി ഗ്രീനിഷ് ഗ്രേ കോട്ടിങ് കിട്ടുന്നത് നാട്രം സൾഫിലാണ്. ഇത്രയാണ് കോട്ടിങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത ഒരു ടങ്ങിൻ്റെ ക്യാരക്ടറാണ് മാപ്ഡ് ടങ്. മാപ്ഡ് ടങ് നമുക്ക് 4 മെഡിസിൻസ് ആണ് വരുന്നത്. ഒന്ന് നാട്രം മ്യൂർ, സെക്കൻഡ് വൺ ഈസ് ടെറസാക്കം, തേർഡ് ലാക്കസിസ് ആൻഡ് ഫോർത്ത് വൺ ഈസ് മെർക്സോൾ. അപ്പോൾ ലാക്കസിസും മെർക്സോളും നമ്മൾ ഓൾറെഡി ടങ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ മാപ്ഡ് ടങ് ആണ്. ലാക്കസിസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രൊട്രൂഡിങ് ആൻഡ് റിട്രാക്റ്റിംഗ് ലൈക്ക് എ സ്നേക്ക് ആയിരിക്കും. മെർക്സോൾ ആണെങ്കിൽ എങ്ങനെയാണ്? മോയിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഒരു കോപ്പറി മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടായിരിക്കും. മാപ്ഡ് ടങ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നാട്രം മ്യൂർ ആണെന്നുണ്ടെങ്കിൽ മാപ്ഡ് ടങ്ങിൻ്റെ കൂടെ റെഡ് ഇൻസുലർ പാച്ചസ് ലൈക്ക് റിംഗ് വോം ഓൺ സൈഡ്സ്, റിംഗ് വോം വന്നതുപോലെ ഇങ്ങനെ റെഡ് ഇൻസുലർ പാച്ചസ് ടങ്ങിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മാപ്ഡ് ടങ്ങും കൂടെ ആണെങ്കിൽ ആരാണ് മെഡിസിൻ? നാട്രം മ്യൂർ ആണ് മെഡിസിൻ. അടുത്ത ടെറസാക്കം വരുമ്പോൾ എന്താണ്? ഒരു കവേർഡ് വിത്ത് വൈറ്റ് ഫിലിം, ഒരു കവറിങ് ഉണ്ടായിരിക്കും. This film comes off in patches, leaving dark red tender very sensitive spots.
അപ്പോൾ ആ ഒരു ഫിലിമിൻ്റെ കേസ് ഈ ടറക്സാക്കലത്തിലാണ് വരുന്നത്. മാപ്ഡ് ടങ് ആണ്, അതിൻ്റെ കൂടെ തന്നെ കവേർഡ് വിത്ത് വൈറ്റ് ഫിലിം വിത്ത് സെൻസേഷൻ ഓഫ് റോനസ്. ദിസ് ഫിലിം കംസ് ഓഫ് ഇൻ പാച്ചസ് ലീവിങ് ഡാർക്ക് റെഡ് ടെൻഡർ വെരി സെൻസിറ്റീവ് സ്പോട്ട്സ്. അപ്പോൾ മാപ്ഡ് ടങ്ങിൽ 4 പേര്: നാട്രമ്യൂർ, ടെറസാക്കം, ലാക്കസിസ്, മെർക്സോള്. അത് ഓർത്തിരിക്കുക. മാപ്ഡ് ടങ്ങിൽ 4 മെഡിസിൻസ് ആണ് നമുക്കുള്ളത്. മോയിസ്റ്റ് ടങ്ങിൽ ആരാണ്? മെർക്സോളാണുള്ളത് മോയിസ്റ്റ് ടങ്ങിൽ. മെറ്റാലിക് ടേസ്റ്റിൽ ആരൊക്കെയുണ്ട്? കുപ്രമെറ്റ് ഉണ്ട്, റെസ്റ്റോക്സ് ഉണ്ട്, അതുപോലെ തന്നെ മെർക്സോളുണ്ട്. ഇനി പ്രൊട്രൂഡിങ് ആൻഡ് റിട്രാക്റ്റിംഗ് ലൈക്ക് എ സ്നേക്ക് ലൈക്ക് ടങ് വരുന്ന ആർക്കൊക്കെയാണ്? ലാക്കസിസ് നമുക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ കുപ്രമെറ്റും കൂടെ ആലോചിച്ച് വെക്കുക. ഇനി വൈറ്റ് കോട്ടിങ്ങിനകത്ത് ആൻറ്റിം ടാർട്ടും ആൻറ്റിം ക്രൂഡും ആണുള്ളത്. തിക്ക് യെല്ലോയിൽ ചെലിഡോണിയം, അത് ബേസിലാണെങ്കിൽ കാലിബൈക്ക്, മെർക്ക് പ്രോട്ടോയഡൈറ്റസ്. ഗോൾഡൻ യെല്ലോ ആണെങ്കിൽ നാട്രം ഫോസ്. ഡേർട്ടി ഗ്രീനിഷ് ഗ്രേ ആണെങ്കിൽ നാട്രം സൾഫ്. ഇനി വൈറ്റ് ഓർ യെല്ലോ വിത്ത് റെഡ് സ്ട്രീക്സ് ആണെങ്കിൽ വെരൈട്രം വിറിഡെ. പിന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ സൈഡ്സിൽ മാത്രം കോട്ടിംഗ് ഉള്ളത് റെസ്റ്റോക്സ്. ഡ്രൈ ആയിട്ടുള്ള ടങ്ങിൽ 3 പേരാണ് വന്നത്. ഒന്ന് റെസ്റ്റോക്സ്, നക്സ് മുസ്കേറ്റ് ആൻഡ് പൾസാറ്റ്ല. ദെൻ ഗ്ലേസ്ഡ് സ്മൂത്ത് ടങ്ങിനകത്ത് 3 പേരുണ്ട്: ക്രോട്ടാലസ്, പൈറോജിൻ ആൻഡ് തെരബിന്തിന്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടങ് നമുക്ക് വന്നിട്ടുള്ളത്.